ഗാർഡൻ ബെഞ്ചിലിരുന്നുകൊണ്ട് ദിശയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അഗസ്ത്യ. അവൻ്റെ മുടിയിഴകളിലൂടെ അവൾ പതിയെ വിരലോട് ചൂണ്ടിരുന്നു. അവളുടെ കൈവിരലുകളുടെ മാന്ത്രികതയിൽ അവൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. സച്ചുവേട്ട, അവൻ്റെ കവിളിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ട് അവൾ അവനെ വിളിച്ചുണർത്താൻ നോക്കി. അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അവൻ തൻ്റെ കവിളിലുള്ള അവളുടെ കൈക്ക് മേലെയായി തൻ്റെ കൈ ചേർത്ത് വെച്ചു. അവളെ ഇമ്മ ചിമ്മാതെ നോക്കി നിന്നു. സച്ചുവേട്ട, ഞാനൊരു കാര്യം പറയട്ടെ. അത് പിന്നെ രോഹിത്തിൻ്റെ ബോഡി ഇന്ദ്രപ്രസ്ഥത്തെ ദഹിപ്പിക്കണോ വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും നാൾ സച്ചുവേട്ടൻ ഇതൊക്കെ ആരെയും അറിയിക്കാതെ നെഞ്ചിക്കൊണ്ട് നടന്നതിന് പിന്നെ എന്താ അർത്ഥമുള്ളത്? ഇതൊരു പക്ഷേ പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തെ മോശമായി ബാധിച്ചേക്കാം. വേണ്ട, ആ പാവത്തിന് അച്ഛനിലുള്ള വിശ്വാസം നമ്മളായിട്ട് തകർക്കണോ? ഇതേ ഇവിടെയല്ലേ ലക്ഷ്മി അമ്മ ഉള്ളത്. അമ്മയുടെ അരികിൽ തന്നെ മകനും അന്ത്യവിശ്രമം കൊള്ളട്ടെ. ഇത്രയും കാലം അമ്മയും മകനും അകന്നു കഴിഞ്ഞില്ലേ, ഇനിയും അവർ രണ്ട് വഴിക്കാക്കണോ? ഒരു പക്ഷേ സച്ചുവേട്ടൻ ലക്ഷ്മിയമ്മയ്ക്ക് വേണ്ടി ഇതുവരെ ചെയ്തതിലൊക്കെ ഉപരി ലക്ഷ്മിയമ്മ സന്തോഷിക്കുന്നത് ഈ ഒരു കാര്യത്തിലായിരിക്കും. രണ്ടുപേരും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഒരുപാട് വേദനകളും സങ്കടങ്ങളും അനുഭവിച്ചവരല്ലേ. ഇനിയെങ്കിലും ആ അമ്മയ്ക്കും മകനും ശാന്തിയും സമാധാനവും കിട്ടട്ടെ സച്ചുവേട്ട. അത്രയും പറഞ്ഞ് അവൾ നിർത്തി. ആ ഒരു നേരത്തെ അവൾ എത്ര പക്വതയോടെയാണ് സംസാരിച്ചതെന്ന് ഓർക്കവേ അവളെ ഓർത്ത് അവനിൽ മതിപ്പ് തോന്നി. ഒരുപാട് സ്നേഹിക്കുന്ന, അതിലുപരി മനസ്സിലാക്കുന്ന, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരു പെണ്ണ് കൂടെയുള്ളതാണ് ഒരാണിൻ്റെ വിജയം. അതുപോലൊരു പെണ്ണാണ് ഇവളും. ആ ഇവൾ തന്നെയല്ലേ തൻ്റെ കരുത്തും വിജയവും. അഗസ്ത്യയുടെ ഹൃദയം ഒഴിഞ്ഞു. സച്ചുവേട്ടാ, പക്ഷേ എൻ്റെ കൂടെ പിറപ്പ് അവൾക്ക് മരിച്ചിട്ടും സമാധാനം കിട്ടിയില്ലല്ലോ. ജനിച്ചപ്പോൾ തൊട്ട് അനുഭവിക്കുന്നത് ആ പാവം. ഞാനിവിടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് വളർന്നു. പക്ഷെ അവളോ, ദൈവത്തിന് അവളെ ശിക്ഷിച്ചിട്ട് ഇനിയും മതിയായില്ലേ. എന്തൊരു വിധിയാണ് ഈശ്വര. ദിശയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ കവിളിലൂടെ ഉരുണ്ടിറങ്ങി അവൻ്റെ കവിളിൽ പതിച്ചു. അവളുടെ ഉള്ളിലെ സങ്കടം അഗസ്ത്യക്ക് മനസ്സിലായെങ്കിലും അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. സച്ചുവേട്ടാ, അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ വിളിച്ചു. അവനൊന്ന് മൂളി. കുഞ്ഞുനെ നമുക്ക് വളർത്തിയാലോ? രോഹിത് സച്ചുവേട്ടൻ്റെ സഹോദരനല്ലേ, അതുപോലെ ചാന്ദിനി എൻ്റെ സഹോദരിയും. ആ കുഞ്ഞിനെ നമുക്ക് സ്വന്തമായി കരുതി സ്നേഹിക്കാൻ വേറെ എന്താ വേണ്ടേ? നമ്മുടെ മൂത്ത കുട്ടിയായി അവൾ വളർന്നോളും. പിന്നീട് അവൾ കുറച്ചുകൂടെ വലുതാവുമ്പോൾ നമുക്ക് അവൾക്കൊരു അനിയത്തിയോ അനിയനെയോ കൊടുക്കാം. ദിശ പറഞ്ഞത് കേട്ടതും അഗസ്ത്യയുടെ കണ്ണുകൾ വിടർന്നു. അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് വിരിഞ്ഞു മുറുക്കി. ആ നിമിഷം അവൻ എന്ത് പറയണം എന്നറിയാതെയായി. ദിശ, ഞാനിത് നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. നീ അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാ. അവനവളുടെ മുഖമാകെയും ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ഇരുവരും പരസ്പരം കൈകോർത്ത് പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ ഒരിളം തെന്നലായി അവരുടെ ഉള്ളിൽ കുളിര് പടർത്തി ഒരു തരം നിർവൃതിയോടെ ലക്ഷ്മിയമ്മയുടെ ആത്മാവ് അവരുടെ ആ പോക്ക് നോക്കി നിന്നു. ഇന്നിപ്പോൾ തൻ്റെ മകൻ്റെ വരവിനായി അവർ കാത്തിരിക്കുകയാണ്. അവർക്കിപ്പോൾ എല്ലാം അറിയാം, എല്ലാം. ആ രാവ് പുലരാനായി അവർ കാത്തിരുന്നു. ഇതേ സമയം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ തിരിച്ചറിയപ്പെടാത്ത ശവശരീരങ്ങളുടെ കൂട്ടത്തിൽ രോഹിത്തിൻ്റെ ശരീരവും ഉണ്ടായിരുന്നു. ബോഡി തനിക്ക് വിട്ടുകിട്ടണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടെന്ന് അഗസ്ത്യക്ക് അറിയാമായിരുന്നു. അതിന് ഇനിയും ഒരുപാട് ദിവസങ്ങൾ എടുത്തെന്നും വരാം. ഇപ്പം തന്നെ ബോഡിക്ക് ഒരാഴ്ചത്തെ പഴക്കമുണ്ട്. ഒരു സഹോദരൻ എന്ന നിലയിൽ അഗസ്ത്യക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മോർച്ചറിയിലെ വാച്ച്മാൻ ആവശ്യത്തിന് പണം നൽകി അഗസ്ത്യയുടെ നിർദ്ദേശപ്രകാരം ആര്യൻ ആ ബോഡി അവിടെ നിന്ന് മാറ്റി പകരം മറ്റൊരു ബോഡി വെക്കുകയായിരുന്നു. ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലായതിനാൽ ബോഡി മാറ്റുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പിറ്റേന്ന് അഗസ്ത്യവും ദിശയും ജോസഫിൻ്റെ വീട്ടിൽ ചെന്ന് രോഹിത്തിൻ്റെ കുഞ്ഞിനെ കാണുകയും കുഞ്ഞിനെ താൻ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് കുഞ്ഞിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. രോഹിത്തിൻ്റെ കുഞ്ഞ്, ദിശ, ആര്യൻ, ദിശയുടെ അച്ഛൻ, ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ അഗസ്ത്യ രോഹിത്തിൻ്റെ ബോഡി ദഹിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അഗസ്ത്യാണ്. ദിശയുടെ കയ്യിലാണ് കുഞ്ഞുള്ളത്.
അവസാനം അഗസ്ത്യ ആ കുഞ്ഞിനെയും കൈകളിലേന്തി ചിതയ്ക്ക് തീ കൊളുത്തി. ആ ഒരു കാഴ്ച അവിടെ നിൽക്കുന്നവരുടെ കണ്ണിൽ നനവ് പടർത്തി. എൻ്റെ തൊട്ടരികിലുണ്ടായിട്ടും നീ എൻ്റെ രക്തമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ അച്ഛൻ അല്ല, നമ്മുടെ അച്ഛൻ ചെയ്ത തെറ്റ് ഇപ്പതേ നിന്നെ ഇതുവരെ എത്തിച്ചു. അച്ഛന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക, 1000 മാപ്പ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരമ്മയുടെ വയറ്റിൽ പിറക്കണം. ഈ ജന്മം അനുഭവിക്കാതെ പോയ സാഹോദര്യം നമുക്കന്ന് ആസ്വദിക്കണം. എൻ്റെ ശ്വാസം നിലയ്ക്കും വരെയും നീയും ലക്ഷ്മിയമ്മയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരിക്കും. ദാ ഈ നിമിഷം മുതൽ നിന്റെ മകൾ തനിച്ചല്ല, ഇവൾക്ക് ഞാനും ദിശയും അച്ഛനും അമ്മയും ആയിരിക്കും. ഇവൾ ഞങ്ങളുടെ മകളായി വളരും. നിനക്ക് കിട്ടാതെ പോയ ഇന്ദ്രപ്രസ്ഥത്തിലെ സ്ഥാനം നിന്റെ മകൾക്ക് ഞാൻ നേടിക്കൊടുക്കും. അത് ഞാൻ ഈ അഗ്നിയെ സാക്ഷി നിർത്തി നിനക്ക് തരുന്ന വാക്കാണ്. അതുപോലെ നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. ആരാണ് നിന്റെ ജീവനെടുത്തത്? സത്യങ്ങൾ ഓരോന്നായി ഞാൻ പുറത്തു കൊണ്ടുവരും. നിനക്ക് ഞാൻ നീതി വാങ്ങിത്തരും. എരിയുന്ന അഗ്നിയെ നോക്കി അഗസ്ത്യയുടെ ഹൃദയം മന്ത്രിച്ചു. അഗസ്ത്യ ഒഴികെ ബാക്കിയുള്ളവർ അവിടെ നിന്ന് മടങ്ങി. ചിത മുഴുവൻ കത്തിത്തീരുന്നത് വരെ അഗസ്ത്യ അവിടെ തന്നെ നിന്നു. ചിത കത്തിത്തീർന്നതും അഗസ്ത്യ അവിടെ നിന്ന് നടന്നു നീങ്ങി. അപ്പോഴും അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ മുന്നോട്ട് നടന്നു. മോനെ സച്ചു, ലക്ഷ്മിയമ്മയുടെ സ്വരം കാതിൽ പതിയുന്നത് പോലൊരു തോന്നൽ. അഗസ്ത്യ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ആ നിമിഷം അവൻ കണ്ടു, വെളുത്ത വസ്ത്രമണിഞ്ഞു ലക്ഷ്മിയമ്മയും രോഹിത്തും. 2 പേരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. അവരെ അത്രത്തോളം സന്തോഷിച്ചിട്ട് അവൻ ഇതുവരെ കണ്ടിട്ടേയില്ലായിരുന്നു. ലക്ഷ്മിയമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രോഹിത് അഗസ്ത്യയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ശേഷം അവനെ നോക്കി കൈവീശി കാണിച്ചതും ഇരുവരും പൊടുന്നനെ മാഞ്ഞുപോയി. അഗസ്ത്യ ചുറ്റും നോക്കി. ഇരുവരെയും ഉറക്കെ വിളിച്ചു നോക്കി. ഇല്ല, ആരുമില്ല. ആരും വിളി കേൾക്കുന്നുമില്ല. എല്ലാം തൻ്റെ തോന്നലാവാമെന്ന് കരുതി അവൻ മുന്നോട്ട് നടന്നു. അതിനിടയിൽ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അപ്പോഴും അവിടെ ആരും ഇല്ലായിരുന്നു. പക്ഷേ താൻ കണ്ടതാ. അതെ, അത് വെറും തോന്നലല്ലായിരുന്നു. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. ദിശയും അഗസ്ത്യവും അന്ന് തന്നെ കുഞ്ഞുമായി തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് മടങ്ങി. അന്ന് രാത്രി അഗസ്ത്യവും ദിശയും കുഞ്ഞിൻ്റെ ഇടവും വലവും ചേർന്ന് കിടന്ന് ആ കുഞ്ഞിനെ ഇമ ചിമ്മാതെ നോക്കിയിരിക്കുകയാണ്. സച്ചുവേട്ടാ, ഇവൾക്ക് സച്ചുവേട്ടൻ്റെ ചായ എവിടെയൊക്കെയോ ഇല്ലേന്നൊരു സംശയം. ആ കണ്ണും നെറ്റിയും ദാ ഇത് തന്നെ. അവൻ എൻ്റെ ചേട്ടനല്ലേ, അപ്പം പിന്നെ എൻ്റെ ചായ വന്നതിൽ തെറ്റില്ല. പിന്നെ ഈ കുഞ്ഞു ചുണ്ടും മൂക്കും അത് നിൻ്റേതാ. അഗസ്ത്യ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ആണല്ലേ, അത് പിന്നെ അവൾ എൻ്റെ ജെറോക്സ് കോപ്പിയാണല്ലോ, സ്വാഭാവികം. സച്ചുവേട്ടാ, നമ്മൾ ഇവളെന്താ വിളിക്കുക? ദിശ ചോദിച്ചു. ഇവളുടെ പേര് നിധി എന്നല്ലേ, നമ്മളായിട്ടത് മാറ്റാൻ നിൽക്കണ്ട, നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. അഗസ്ത്യ കുഞ്ഞിൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരും ഒരുമിച്ച് കുഞ്ഞിൻ്റെ ഇരു കവിളിലും ചുണ്ട് ചേർത്തു. ആ നിമിഷം ഇരുവരുടെയും കൈകൾ തമ്മിൽ അതിൻ്റെ ഇണയുമായി കൊരുത്തു. ബീജം നിക്ഷേപിക്കാതെ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാതെ പ്രസവിക്കാതെ തന്നെ ഇരുവരും അച്ഛനും അമ്മയുമായിരിക്കുന്നു. മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് ഇരുവരും കടന്നു പോകുന്നത്. പിറ്റേന്ന് രാവിലെ മാനസ അമ്പലത്തിലേക്ക് പോയി തിരികെ വരുമ്പോഴാണ് അവളുടെ മുന്നിൽ ഒരു വണ്ടി നിർത്തുന്നത്. വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി ആര്യൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ധാവണിയാണ് അവളുടെ വേഷം. അതാണ് അവൻ അങ്ങനെ നോക്കിയത്. അവൻ്റെ നോട്ടത്തിൽ അവൾ ചെറുതായൊന്ന് പതറി. അമ്പലത്തിൽ പോയതാവും. അല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, നിന്റെ വാലെവിടെ? ആര്യൻ ചോദിച്ചു. അവൾ വന്നില്ല. അല്ല, ഇയാളെന്താ ഇവിടെ? മാനസയിൽ നിന്നും മറു ചോദ്യം ഉയർന്നു. ഞാനൊരാളെ കാണാൻ വന്നതാ. അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ ഒഴുകി നടക്കുന്നുണ്ട്. അവൾ അറിയാതെയാണ് അവൻ്റെ ഈ വായി നോട്ടം. ആൾ ഞാനാവൂല്ലേ? മാനസ വിടർന്ന മുഖത്തോടെ ചോദിച്ചു. ഹേ, ഒരിക്കലുമല്ല. ആര്യൻ്റെ മറുപടിയിൽ അവളുടെ മുഖം വാടി. അതവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾ തൻ്റെ കയ്യിലുള്ള ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളു ചന്ദനമെടുത്ത് അവൻ്റെ നെറുകയിൽ ചാർത്തിയതും അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ അവളെ ഇമച്ചിമ്മാതെ നോക്കി നിന്നു. താൻ എന്താണ് ചെയ്തതെന്ന് ബോധ്യം വന്നതും അവൾ തൻ്റെ കൈ പിൻവലിച്ചു. താൻ പോവുകയാണെന്നും പറഞ്ഞ് മുന്നോട്ട് നടക്കാനൊരുങ്ങി. ഹേ, പോവല്ലേ, വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അവൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി. വേണ്ട, എന്നിട്ട് വേണം ആരെങ്കിലും കാണാൻ, അവൾ നേരിയ പരിഭവത്തോടെ പറഞ്ഞു. കണ്ടാലെന്താ കുഴപ്പം?
അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? അവൻ കുറുമ്പോടെ പറഞ്ഞു. എന്നാൽ പിന്നെ ഇന്ന് തന്നെ വീട്ടിലോട്ട് വന്ന് പെണ്ണ് ചോദിക്കാൻ പാടില്ലേ? ഹേയ്, ഇന്ന് പറ്റില്ല. അത് പിന്നെ പെണ്ണ് ചോദിക്കാൻ പറ്റിയ ഡ്രസ്സിലൊന്നുമല്ല ഞാനുള്ളത്. ഇനി ഒരിക്കലാവാം. തൽക്കാലം നീ വണ്ടിയിൽ കയറി. അവൻ ഇത്രയും നിർബന്ധിച്ചതല്ലേ എന്ന് കരുതി അവൾ വണ്ടിയിൽ കയറി. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ആര്യൻ ഡ്രൈവ് ചെയ്യുന്നു എന്നല്ലാതെ അവളൊന്നും നോക്കുന്നു പോലില്ല എന്നത് അവളെ ചെറുതായി വേദനിപ്പിച്ചു. ഇതിനാണോ ഇയാൾ നിർബന്ധിച്ച് വണ്ടി കയറ്റിയത്? അവൾ പിറുപിറുത്തു. അവളുടെ വീട്ടിലേക്ക് അവിടുന്ന് ചെറിയ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടിന് കുറച്ചകലെയായിട്ടാണ് അവൻ വണ്ടി നിർത്തിയത്. ഇറങ്ങുന്നതിന് മുൻപേ ഇരുവരും പരസ്പരം നോട്ടങ്ങൾ കൈമാറി. ആ നേരത്തെ ഡയറി മിൽക്ക് സിൽക്കിൻ്റെ 2-3 വെറൈറ്റീസ് അവൻ അവളുടെ നേർക്ക് നീട്ടിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, എങ്ങനെ തിരിച്ചറിഞ്ഞു? അവൾ ചോദിച്ചു. DCP വൈഫിന് എപ്പോഴും വാങ്ങിക്കും. നിങ്ങൾ പിന്നെ ഒരമ്മ പെറ്റ ചങ്ക്സ് ആണല്ലോ, അപ്പോൾ പിന്നെ ടേസ്റ്റ് ഒക്കെയും ഒരുപോലെ ആയിരിക്കുമല്ലേ, അങ്ങനെ വാങ്ങിയതാ. അന്നേരം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൻ നോക്കി നിന്നു. അവളത് വാങ്ങിക്കാനൊരുങ്ങവേ അവൻ തൻ്റെ കൈ പിൻവലിച്ചു. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അതേ, നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഏതാണ്ടൊക്കെ അറിയിച്ചു തരുമെന്ന് നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ അത്? അവൾക്ക് നേരെ പുരികം പൊക്കിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടതും കാര്യം മനസ്സിലായ മാനസമൊന്ന് പതറി. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പോവാ എന്നും പറഞ്ഞവൾ ഡോർ തുറക്കാനൊരുങ്ങവേ അവൻ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഡോർ ലോക്ക് ചെയ്തതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ആ നിമിഷം അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം അതവളുടെ ചുണ്ടിലേക്കും പടർന്നു. അവളുടെ വലത് കൈയെടുത്ത് തൻ്റെ ചുണ്ടോട് ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിലെ നാണം ഒപ്പിയെടുത്തു. അവൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ തൻ്റെ മുഖം താഴ്ത്തിക്കളഞ്ഞു. അന്നേരം അവൻ അവളുടെ കയ്യിൽ ചോക്ലേറ്റ്സ് വെച്ച് കൊടുത്തു. മാനസ വേറെ ലെവലാണ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ കരുതി വണ്ടി വെച്ച് ഏതാണ്ടൊക്കെയോ നടക്കൂന്ന്. ഇതിപ്പോൾ ഒരുമാതിരി നാണം കുടുങ്ങി. ആര്യൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ശരി, അപ്പോൾ ഇയാൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് എനിക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തത്? മാനസ തിരിച്ചു ചോദിച്ചു. ഹേയ്, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്കതല്ലേ പണി. എന്നാ വൈകണ്ട, നീ ഇറങ്ങിക്കോ. ആര്യൻ ജാട ഇറക്കി. എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ ഈ 3 ചോക്ലേറ്റ് കൈ പിടിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. അമ്പലത്തിനൊക്കെ ഇപ്പോൾ ഡയറി മിൽക്കാണോ കൊടുക്കുന്നത് എന്ന തഗ്ഗം കൊണ്ടുവരും. എൻ്റെ മാമൻ്റെ മോൻ 10ലാണേലും നാക്ക് എമ്മയൊക്കെ പഠിക്കുക. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. ഒന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം, ഒന്ന് വീട്ടിലേക്ക് നടക്കുന്ന വഴി കഴിക്കാം, ഒന്ന് പിന്നെ ഞാൻ എങ്ങനെയും ഒളിപ്പിച്ച് വെച്ചോളാം. എന്നാലും ഒരു കഷ്ണം പോലും ഞാൻ ആ കുരിപ്പിന് കൊടുക്കില്ല. കഴിഞ്ഞ ദിവസം അവൻ എനിക്ക് തരാതെ ഒറ്റയ്ക്ക് കഴിച്ചില്ലേ? മാനസ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശരി, നടക്കട്ടെ, ആര്യന് മറുപടി പറഞ്ഞു. നടക്കുന്നില്ല, കഴിച്ചോളാം. ഓ കോമഡി. യെസ്, ചിരിക്കണോ? വേണേ ചിരിച്ചോ, നിർബന്ധമില്ല. അതും പറഞ്ഞവൾ ചോക്ലേറ്റിൻ്റെ കവർ പൊട്ടിച്ചു കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ വലിയൊരു പീസ് ചോക്ലേറ്റ് എടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്ത് അവൻ്റെ വായ്ക്ക് നേരെ അടുത്തതും യാന്ത്രികമായി അവൻ വാ തുറന്നു ചോക്ലേറ്റ് കടിച്ചെടുത്തു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോക്ലേറ്റ് നുണഞ്ഞു. എന്നാ ഞാൻ പോയിക്കോട്ടെ, അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ടവൾ പറഞ്ഞു. ആ നിമിഷം അവൻ അവളെ പൊക്കിയെടുത്ത് മടിയിലേക്ക് ഇരുത്തിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അത്രയും തൊട്ടരികിൽ അവനെ കണ്ടതും അവളിൽ വെപ്രാളം നിറഞ്ഞു. ഏയ്, എന്തായി കാണിക്കണേ? ഇതേ പൊതുവഴിയാ. അവൾ കുതറി മാറാനൊരുങ്ങി. അവൻ അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അവളെ തന്നോടടുപ്പിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവൻ്റെ ദൃഢമായ നെഞ്ചിൽ അവളുടെ മൃദുലത പതിഞ്ഞതും അതിരുവരിലും വിറയൽ പടർത്തി. ഇരുവരും സ്വയം വിസ്മരിച്ച് പരസ്പരം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. ഒടുവിൽ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതും ഇരുവരും നോട്ടം മാറ്റിക്കളഞ്ഞു. ഏയ് വിടൂന്നേ, ഞാൻ പൊയ്ക്കോട്ടെ. തൻ്റെ ഇടുപ്പിലമർന്ന് അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് മാനസ പറഞ്ഞു. എന്നെ കൊതിപ്പിച്ചിട്ട് അങ്ങനെ പോയാൽ എങ്ങനെയാ? അവളുടെ നഗ്നമായ ഇടുപ്പിൽ പതിയെ തഴുകിക്കൊണ്ടവൻ പറഞ്ഞതും അവളുടെ കൈ അവൻ്റെ ടീഷർട്ടിൻ്റെ കോളറിൽ മുറുകി. അവളുടെ ഒരു കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അവൻ അവളുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റിൽ നിന്നും ഒരു പീസ് കടിച്ചെടുത്ത് അവളുടെ ചുണ്ടോട് അടുപ്പിച്ചതും അവൾ തൻ്റെ ചുണ്ടുകൾ ഉള്ളിലോട്ട് വലിച്ചു പിടിച്ചു നിന്നു. ആ നിമിഷം അവൻ്റെ കൈവിരലുകൾ അവളുടെ അടിവയറിലേക്ക് നീണ്ടതും അവളുടെ വായ താനെ തുറന്നു പോവുകയായിരുന്നു. അവൻ തൻ്റെ ചുണ്ടിൽ ഇറുക്കി പിടിച്ച ചോക്ലേറ്റ് പീസ് അവളുടെ വായയിലേക്ക് വെച്ചു കൊടുത്തു. ആ നിമിഷം അവൻ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയതും അവളുടെ കണ്ണിപ്പോൾ പുറത്തു വരും എന്ന പോലെയാണുള്ളത്. ഇരുവരും ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ടിരിക്കവേ അവൻ അവളുടെ അധരങ്ങളിലേക്ക് ചേക്കേറി.
അവൻ അവളുടെ ഇരുതളങ്ങളും മാറി മാറി മൃദുവായി നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചുണ്ടുകളുടെ മുറുക്കം കൂടി വന്നതും അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അവൾ കണ്ണുകൾ കൊണ്ട് കെഞ്ചിയതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. കിതപ്പടക്കം പാടുപെടുന്ന അവളുടെ നെറുകയിൽ തൻ്റെ ചുണ്ട് പതിപ്പിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ആ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, അയ്യോ, എന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും, ഞാൻ പോവുക. വണ്ടിയാണെന്നോ അവൻ്റെ കാലാണെന്നോ തുടയാണെന്നോ വേറെ എന്തൊക്കെയാണെന്നോ ഒന്നും നോക്കാതെ കിട്ടിയിടത്തൊക്കെ ചവിട്ടി അവൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് മറുകണ്ഠം ചാടിയതും വേദന കടിച്ചു പിടിച്ചു. ഇതെന്തിൻ്റെ കുഞ്ഞാണെന്തോ എന്ന പോലെ അവനവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയി എന്നും പിറുപിറുത്തിരിക്കുമ്പോഴാണ് തൻ്റെ മടിയിലേക്ക് നീളുന്ന അവളുടെ കൈകൾ അവന് കാണുന്നത്. ഇനിയിപ്പോൾ എന്തിനുള്ള പുറപ്പാടാണാവോ എന്തോ എന്ന പോലെ അവനവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും എൻ്റെ ചോക്ലേറ്റ് എന്നും പറഞ്ഞ് അവൻ്റെ മടിയിലിരിക്കുന്ന ചോക്ലേറ്റ് എടുത്ത് അവന് നേരെ ഉയർത്തി പിടിച്ചു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ പൊയ്ക്കോ. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ പ്രത്യേക ഈണത്തിൽ മറുപടി പറഞ്ഞു. എന്തേ മുഖത്തൊരു വല്ലായ്മ? അവൾ ചോദിച്ചു. ഒരു വല്ലായ്മയില്ല, മോള് ചെല്ല്. അവനോട് ബായ് പറഞ്ഞ് അവൾ തുള്ളിച്ചാടി പോകുന്നത് കണ്ടതും ദൈവമേ, ഇതുപോലൊരു കിളി പോയതിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കൂ എന്തോ എന്നും മനസ്സിൽ പറഞ്ഞ് വണ്ടി അവൻ മുന്നോട്ടെടുത്തു. അങ്ങനെ 2 ആഴ്ച പെട്ടെന്ന് കടന്നുപോയി. കേസന്വേഷണമായി അഗസ്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ മുംബൈ വഴിയുള്ള രഹസ്യാന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി 2 കോൺസ്റ്റബിൾമാർക്കൊപ്പം അഗസ്ത്യ രോഹിത് താമസിക്കുന്ന ഔട്ട് ഹൗസിൽ ചെന്നിരുന്നു. ഇതിനിടയിൽ മറ്റാരും അറിയാതെ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അഗസ്ത്യ ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞ് ദിശയും അഗസ്ത്യവുമായി ശരിക്കും അടുത്തു. പപ്പേ അമ്മേ എന്നും ഇരുവരെയും വിളിച്ചും തുടങ്ങി. 2 പേരും കുഞ്ഞിനെ സ്നേഹം കൊണ്ട് പൊതിയുവാണ്. നിധി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായതോടെ ദിശയ്ക്ക് ഇത്തിരി ഉത്തരവാദിത്ത ബോധയ്ക്കും വന്നു തുടങ്ങി. അന്ന് രാത്രി അഗസ്ത്യ മുറിയിലേക്ക് വരുമ്പോൾ ദിശ കുഞ്ഞിനെ തൻ്റെ മാറോട് അടുപ്പിച്ച് ഉറക്കുകയാണ്. അവൻ ദിശയോട് ചേർന്ന് കിടന്നു. കുഞ്ഞോടൊപ്പം അവളും ചെറുതായി മയങ്ങിയിരുന്നു. ചരിഞ്ഞു കിടക്കുന്ന അവളുടെ വയറിൽ നിന്നും ടോപ്പ് സ്ഥാനം മാറി കിടക്കുന്നുമുണ്ട്. ചെറുതായി കാണുന്ന അവളുടെ ഇടുപ്പിലൂടെ അവൻ പതിയെ കൈകൾ ഇഴച്ചു. അവൻ്റെ കൈ അവളുടെ അണിവയറിലെത്തി നിന്നതും ദിശ കണ്ണ് തുറന്നു തല ചരിച്ച് അവനെ നോക്കി. മോളുറങ്ങിയോ? അവൻ്റെ ശബ്ദം കുറച്ച് ഉറക്കെയാണെന്ന് തോന്നിയതും ദിശ നെറ്റി ചൊളിച്ചു. മിണ്ടരുത് എന്ന പോലെ അവൻ്റെ വായക്ക് കുറുകെ തൻ്റെ കൈ വെച്ചതും അവൻ ആ കൈയെടുത്ത് ചുണ്ടോടടുപ്പിച്ചു. കുറച്ച് നാളായി ഞാൻ പട്ടിണിയാണ്, അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. അവളുടെ തോളിൽ നിന്നും ടോപ്പിൻ്റെ സ്ട്രാപ്പ് അല്പം താഴ്ത്തി അവിടം ചുംബിച്ചതും കുഞ്ഞിൽ നിന്നുള്ള അവളുടെ പിടി അയഞ്ഞു. ആ നിമിഷം കുഞ്ഞ് കണ്ണു തുറന്നു അവനെ പപ്പയെന്ന് വിളിച്ചു. മെല്ലെ തല ഉയർത്തി നോക്കിയതും അവൻ ദിശയുടെ കഴുത്തിനിടയിലൂടെ തലയിട്ട് കുഞ്ഞിൻ്റെ കവിളിൽ ചുംബിച്ചു. കുഞ്ഞിനോട് കിന്നാരം പറയുകയാണ്. അതിനിടയിൽ അവൻ്റെ കലാപരിപാടി കൂടി നടക്കുന്നുണ്ട്. അവളുടെ കഴുത്തിലും മാറടിക്കലും ചുംബിച്ചും അവിടെ മുഖമുരസി അവൾ ഇക്കിളി കൂട്ടി അവൻ കുറുമ്പ് കാട്ടി. കുഞ്ഞ് ഉറങ്ങാതെ അവനോടൊപ്പം കളിക്കുന്നത് കണ്ടതും അവൾ അവനെ തൻ്റെ മേലിൽ നിന്ന് അടർത്തി മാറ്റി. അതോടൊപ്പം അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്തു. ദിശ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ഉറക്കാൻ തുടങ്ങി. ആ നേരത്ത് അവൻ അവളുടെ കാലിൻ്റെ ഭാഗത്ത് തലവെച്ച് കിടന്നു. അവളുടെ കാലിൽ ചുംബിച്ചു. ഇയാൾക്ക് എൻ്റെ കാലിനോട് വല്ലാത്ത പ്രണയമാണല്ലോ, അവളവനെ തലചരിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിൻ്റെ കാലിനോട് മാത്രമല്ല, നിന്നിലെ ഓരോ രോമകൂപങ്ങളോട് പോലും എനിക്ക് പ്രണയമാണ്. അതും പറഞ്ഞ് അവളുടെ കാലെടുത്ത് അവൻ തൻ്റെ നെഞ്ചിൽ വെച്ച് അവളുടെ കാൽപാദം പതിയെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. ഒരിളം പുഞ്ചിരിയോടെ ദിശയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു തുടങ്ങി. ഒപ്പം അവൻ്റെയും നിമിഷങ്ങൾ കടന്നുപോയി. തൻ്റെ നെഞ്ചിൽ ദിശയുടെ ചുണ്ടുകൾ പതിഞ്ഞപ്പോഴാണ് അഗസ്ത്യ കണ്ണു തുറക്കുന്നത്. ഇടയിൽ എപ്പോഴോ അവനും ചെറുതായി മയങ്ങിയിരുന്നു. കുഞ്ഞുറങ്ങിയോ? നേർത്ത സ്വരത്തിൽ അവൻ ചോദിച്ചു. ഉറങ്ങി, തൊട്ടിലിലെടുത്ത് കിടത്തി അവൾ പറഞ്ഞു. ഉറക്കമുണർന്ന് എഴുന്നേറ്റാ വീഴില്ലല്ലോ? വീഴില്ല, പക്ഷേ രാത്രിയിൽ ഉറക്കണമെന്ന് പേടിച്ച് കരയുമെന്നൊരു പേടി. ഇത്രയും ദിവസം നമ്മുടെ കൂടെ ബെഡിൽ കിടന്നതല്ലേ, കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കൂടെ കിടത്താം. അതുവരെ എനിക്ക് എൻ്റെ പെണ്ണിനെ ചെറുതായി ഒന്ന് സ്നേഹിക്കണം. അവളെ കെട്ടിപ്പിടിച്ച് കിടക്കയുടെ മറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും അവളിൽ നാണം നിറഞ്ഞു. സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എന്നെ പെട്ടെന്ന് ഉറങ്ങാൻ വിടണം. സ്റ്റഡി ലീവായിട്ട് ഞാൻ ഒരക്ഷരം പഠിച്ചിട്ടില്ല. എക്സാം അടുക്കാറായി. ഓ, എക്സാം ആവാറായല്ലേ? അല്ല, കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെ പാസ്സായോ അതോ സപ്ലി വാരി കൂട്ടിയിട്ടുണ്ടോ? വല്ല അഡ്വക്കേറ്റ് ആവുന്നു, കളക്ടർ ആവുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു.
ഇത്രയും നാളായിട്ടും നീ പഠിക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ല. അതെ, എനിക്കങ്ങനെ ഏത് നേരവും പഠിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഞാനേ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കും. പിന്നെ എക്സാം ആകുമ്പോഴേക്കും കുത്തിയിരുന്ന് പഠിച്ചു നല്ല മാർക്ക് വാങ്ങിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു ഇത്. പഠിക്കാതെ നീ എങ്ങനെ കളക്ടറാവും? സിവിൽ സർവീസ് ട്രൈ ചെയ്യുമ്പോൾ പുസ്തകം പുഴുവായിരിക്കണം. എങ്കിലേ തേർഡ് ഓർ ഫോർത്ത് അറ്റംപ്റ്റിലൊക്കെയും കിട്ടുള്ളൂ. തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന പെണ്ണിൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ചെവിക്കിടയിലേക്ക് ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞു. അല്ല, ഇയാൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയിരുന്നല്ലോ, പിന്നെന്താ എനിക്ക് കിട്ടാത്തെ? എന്നെപ്പോലെയാണോ നീ? അതിന് ഈ കുഞ്ഞിത്തലയിൽ വല്ലതുണ്ടായിട്ട് വേണ്ടേ? അവൻ അവളെ ദേഷ്യം പിടിപ്പിച്ചു. ആര് പറഞ്ഞില്ലെന്ന്? ഇയാൾ നോക്കിക്കോ, ഞാൻ ഫസ്റ്റ് ചാൻസ് തന്നെ UPSC എക്സാം ഉയർന്ന റാങ്കോട് കൂടി പാസ്സായി IAS ട്രെയിനിങ് കഴിഞ്ഞ് ഇയാളുടെ മുന്നിൽ തന്നെ കളക്ടറായി ഞെളിഞ്ഞു നിൽക്കും. അതുമാത്രമല്ല, ദ കിങ് മൂവിയിലെ ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ കമ്മീഷണർ ശങ്കറിനെ നിർത്തിപ്പൊരിക്കുന്ന ഒരു സീനില്ലേ, അതുപോലെ എനിക്കും അവസരം കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമായിരിക്കും. നിഷ അവൻ്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് അവന് നേരെ പുരികം പൊക്കി. ആഹാ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പൊന്നുമോളെ, എന്നെ നിർത്തിപ്പൊരിക്കാനിങ്ങോട്ട് വാ, ഞാൻ നിന്ന് തരാം. അതേ മൂവിയിൽ തന്നെ മമ്മൂക്ക അസിസ്റ്റന്റ് കളക്ടർക്ക് മുന്നിൽ ഡയലോഗ്സ് വാരി വിതറി വിറപ്പിക്കുന്നൊരു സീനുണ്ട്. വേണ്ടി വന്ന അത് പറഞ്ഞ് ഞാൻ നിന്നെ നിർത്തി പൊരിച്ച് കരിച്ചെടുക്കും. ആ ഡയലോഗ്സ് മൊത്തം എനിക്ക് കാണാപ്പാടാണ്. ഉഫ്, രോമാഞ്ചം. കേരളത്തിലെ ആൺപിള്ളേരെ കളക്ടറാവാൻ പ്രേരിപ്പിച്ച പടം ദി കിങ്. എന്നിട്ടെന്തേ സാറ് IAS തിരഞ്ഞെടുത്തില്ല, കളക്ടറായില്ല? ദിശ അവൻ്റെ കവളിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ഡ്രീം IPS ആയിപ്പോയില്ലേ? അല്ലെങ്കിലും ഒരു വീട്ടിൽ 2 IASകാരെന്തിനാ? IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? അഗസ്ത്യയുടെ ചോദ്യം കേട്ട് ദിശ നെറ്റി ചൊളിച്ചു. എന്നോട് ചോദിച്ചതോ അതോ സാർ പടത്തിലെ ഡയലോഗ് പറഞ്ഞ് കളിക്കുന്നതോ? ദിശ തൻ്റെ വിരൽ കൊണ്ട് അവൻ്റെ കവിളിൽ കുഴിയുണ്ടാക്കിക്കൊണ്ട് ചോദിച്ചു. രണ്ടുമാണെന്ന് കൂട്ടിക്കോ. പറ, എന്താണ് IAS പദവിയുടെ അർത്ഥം? പറ ഭാവി കളക്ടറെ. അവളുടെ ഇരു തോളിൽ നിന്നും ടോപ്പിൻ്റെ സ്ട്രാപ്പ് താഴ്ത്തിക്കൊണ്ടവൻ പറഞ്ഞു. എനിക്കിപ്പോൾ പറയാനേ സൗകര്യമില്ല. അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടവൾ തൻ്റെ സ്ട്രാപ്പ് പൊക്കി വെച്ചു. അത് പറ, അപ്പം അറിയില്ല അല്ലേ? ഇല്ല, അറിയില്ല. അതറിയാൻ ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിന് പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തൊട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ. അഗസ്ത്യ ആ നിമിഷം ജോസഫ് അലക്സ് ആവുന്നത് കണ്ടതും ദിശ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. നിങ്ങൾക്കെന്താ മനുഷ്യ ജോസഫ് അലക്സിൻ്റെ ബാധ കയറിയ? അവളവനെ കൂർപ്പിച്ചു നോക്കി. എടി, ഞാൻ മുഴുവൻ പറയട്ടെന്ന് അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. വേണമെന്നില്ല, പറഞ്ഞിടത്തോളം ധാരാളം. ദിശ അവൻ്റെ വാ പിന്നെയും പൊത്തിപ്പിടിച്ചു. എടി, എങ്കിലേ ഞാൻ ആ ലാസ്റ്റ് ഡയലോഗ് ഒന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്തോളാന്നേ. അഗസ്ത്യ അവളുടെ കൈയെടുത്ത് മാറ്റി. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സോൾ, ആത്മാവ്. IAS അക്കാഡമി വർഷാവർഷം അടവച്ച് വിരിയിച്ചു വിടുന്ന നിന്നെപ്പോലത്തെ സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം. ഇത്തവണ അഗസ്ത്യ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൾ അവൻ്റെ അതരങ്ങൾ പൂർണ്ണമായും കവർന്നെടുത്തിരുന്നു. അവൾ അവൻ്റെ അതരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ ചുണ്ടും നാവും നുണഞ്ഞു വലിച്ചുകൊണ്ട് അവൾ അവൻ്റെ നാവിലേക്ക് കാട്ടുവള്ളി പോലെ പടർന്നു കയറി. ദീർഘചുംബനത്തിന് ശേഷം അവൾ അവനിൽ നിന്ന് അടർന്നു മാറിയതും വെട്ടിയിട്ട വാഴയില പോലെ അവൻ ബെഡിൽ മലർന്നു കിടപ്പുണ്ട്. അവളോടൊപ്പം അവനും കിതപ്പടയ്ക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. നീ എന്നെ കൊന്നോടി? തൻ്റെ ചുണ്ടിൽ നിന്നും പൊടിഞ്ഞ രക്തം തള്ളവിരലാൽ ഒപ്പിക്കൊണ്ട് അവൻ തൻ്റെ മേലമർന്ന പെണ്ണിന് നേരെ കൃത്രിമ ദേഷ്യം കാട്ടി. ഇല്ല, കൊന്നില്ല, കൊല്ലട്ടെ. അവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് അമർത്തി മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ അമർന്നു. കൊടുന്നനെ അവൻ്റെ കൈകളാൽ അവളുടെ അരക്ക് മേലെയുള്ള ഡ്രസ്സ് അടർന്നു പോയിരുന്നു. തൻ്റെ മേനിയെ ചൂഴ്ന്നു നോക്കുന്നവനെ കണ്ടതും അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. നഗ്നത മറക്കാൻ ആ നിമിഷം അവൾ അവൻ്റെ ബനിയനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. തൻ്റെ മേലമർന്ന പെണ്ണിൻ്റെ കഴുത്തിടുക്കിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവൻ അവൾക്ക് നേരെ പുരികം പൊക്കി. ആ നിമിഷം തന്നെ അവളിൽ ശേഷിക്കുന്ന വസ്ത്രങ്ങളും അടർന്നു പോകുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും അവൻ ചെറുചെറിയാലെ ആസ്വദിച്ചു നിന്നു. അവൻ്റെ നോട്ട് അവളിൽ നാണം നിറച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അവൻ അവളുമായി ബെഡിലൂടെ അതുപോലെ ഒന്ന് മറിഞ്ഞു. അവൻ്റെ കീഴെയാണ് അവൾ ഇപ്പോഴുള്ളത്. അവൻ തൻ്റെ ബനിയൻ തലവഴി വലിച്ചൂരി.
അവൻ പതിയെ തല ഉയർത്തി പൂർണ്ണ നഗ്നയായി കിടക്കുന്ന പെണ്ണുടലിലേക്ക് നോട്ടം പായിച്ചു. അവൻ്റെ കണ്ണിലെ കത്തുന്ന പ്രണയവും കാമവും അവളിൽ നാണം നിറച്ചു. അവൻ അവളിൽ നിന്നും അടർന്നു മാറി ബെഡിൽ മുട്ടിലൂന്നി നിന്ന് അവൾ അതുപോലെ പൊക്കിയെടുത്തു തൻ്റെ അരയിൽ ഇറക്കി പിടിച്ചതും വീഴാതിരിക്കാൻ അവൾ അവനെ മുറുക്കി പിടിച്ചു. ഹേയ് ഹണി, ലെറ്റ്സ് സ്റ്റാർട്ട്. തൻ്റെ കാതിൽ പതിഞ്ഞ അവൻ്റെ സ്വരം അവളിൽ കുളിരണിയിപ്പിച്ചു. സമ്മതമെന്നോണം അവൾ അവനെ ഇറുകെ പുണർന്നു. 2 ദിവസത്തിനു ശേഷം അഗസ്ത്യ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മുംബൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ദിശ വാടിയ മുഖത്തോടെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊടുക്കുന്നുണ്ട്. എൻ്റെ ദച്ചോസ്, ഞാൻ ദേ പോയി ദാ വന്നു. അത്രയേ ഉള്ളൂ, ഒരു 4-5 ദിവസത്തെ കാര്യമില്ലുള്ളൂ. ഇന്നിപ്പം നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരില്ലേ? അവർ വന്നാൽ നിനക്ക് എൻ്റെ ഓർമ്മ പോലും കാണില്ല. അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ദിശ തൻ്റെ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ചു മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്നു. എൻ്റെ ദച്ചൂസേ, അതിനും പിണങ്ങിയോ? ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഞാൻ എപ്പോഴാണ് നിങ്ങളെ മറന്നിട്ടുള്ളത്? ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ തട്ട് താണ തന്നെ ആയിരിക്കും. ചുണ്ട് കൂർപ്പിച്ച് പറയുന്നവളുടെ കവിളിൽ ഉമ്മ വെച്ച് പിണക്കൊക്കെ മാറ്റിയെടുത്ത നേരത്താണ് നിധി ഉറക്കമുണരുന്നത്. ദിശ കുഞ്ഞിനെ എടുത്തു. അവൻ അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ച് കൊഞ്ചിക്കാൻ നേരാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ദിശ താൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കുഞ്ഞുമായി മുറിയിൽ നിന്നിറങ്ങി. ഡോർ തുറന്ന ദിശ മുന്നിൽ നിൽക്കുന്ന അഗസ്ത്യയുടെ അച്ഛനെയും അമ്മയെയും അച്ചമ്മയും അപ്പച്ചിയും അഖിലിനെയും ദിയയും കണ്ട് ചെറുതായെന്ന് പതറിയെങ്കിലും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അകത്തേക്ക് സ്വീകരിച്ചു. എന്നാൽ അവരുടെ കണ്ണുകൾ ദിശയുടെ കയ്യിലിരിക്കുന്ന നിധിയിലായിരുന്നു. ദിശ ഓരോരുത്തരുടെയും മുഖഭാവം ശ്രദ്ധിച്ചു. അശോകിൻ്റെ മുഖത്ത് തികച്ചും ഗൗരവം, ഒപ്പം അച്ചമ്മയുടെയും. അമ്മയുടെ മുഖത്ത് നേരിയ സങ്കടമൊക്കെയും കാണാം. അപ്പച്ചിയുടെ മുഖത്ത് പതിവിലധികം പുച്ഛം. അഖിൽ ദിശയെ നോക്കി ചിരിച്ചപ്പോൾ തൻ്റെ ചേച്ചി അനിയത്തിയെ വേദനയോടെയും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും നോക്കുന്നുണ്ട്, ഒപ്പം ആ കുഞ്ഞിനെയും. ദിശ, ആരാ വന്നത്? ആര്യനാണോ? അതും ചോദിച്ചുകൊണ്ട് വന്ന അഗസ്ത്യ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഒരു നിമിഷം ചെറുതായി ഒന്ന് പതറിയെങ്കിലും പിന്നീട് പതിവ് പോലെ ഗൗരവം നടിച്ചു അവരുടെ മുന്നിൽ വന്ന് നിന്നു. ഓ, DCP സാറ് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, സാറിന് ഇന്ന് ഡ്യൂട്ടി ഒന്നുമില്ലേ? അതോ 2 പേരും ഇവിടെ കൊച്ചിനെയും കളിപ്പിച്ചിരിക്കുമായിരുന്നോ? പരിഹാസത്തോടെയുള്ള അശോകിൻ്റെ ചോദ്യം കേട്ടതും അഗസ്ത്യക്ക് അവരുടെ കൂട്ടത്തോടെയുള്ള വരവിന് പിന്നിലെ ഉദ്ദേശം മനസ്സിലായി. സച്ചു, ഏതാടാ ഈ കൊച്ച്? നിങ്ങൾ ഈ കൊച്ചിനെ ദത്തെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞത് നേരാണോ? അച്ഛമ്മ അഗസ്ത്യക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നിനക്ക് എന്താടാ, ഭ്രാന്താണോ? ഏതോ ഒരു അനാഥ കൊച്ചിനെ എടുത്ത് വളർത്തേണ്ട ആവശ്യം നിനക്കുണ്ടോ? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പേരക്കുട്ടികൾ വേണമെന്നും മുത്തശ്ശനെന്നും മുത്തശ്ശി എന്നുള്ള അവരുടെ വിളി കേൾക്കണമെന്നും. പക്ഷെ അത് നിന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയായിരിക്കണം. അല്ലാതെ വല്ലവന്മാർക്കും പിറന്ന കുട്ടി എന്നെ ഒരിക്കലും മുത്തശ്ശ എന്ന് വിളിക്കില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെയും ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കുകയില്ല, അശോക് കടുപ്പിച്ചു പറഞ്ഞു. നിങ്ങളോട് സ്നേഹിക്കാനും സ്വീകരിക്കാനും ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നി ദത്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അഗസ്ത്യ എങ്ങോട്ടോ മിഴികൾ നട്ടുകൊണ്ട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് വേണമെന്ന് തോന്നിയാൽ നീ സ്വന്തമായി ഉണ്ടാക്കണം. അതിനല്ലേ നീ ഇവളെ കെട്ടിക്കൊണ്ട് വന്നത്. എന്തേ, ഇവൾക്ക് അതിനുള്ള കഴിവില്ലേ? അതിനിടയിൽ അപ്പച്ചി ദിശക്കിട്ട് നൈസായിട്ടൊന്ന് കൊട്ടി. അപ്പച്ചി കുറച്ച് മാന്യമായി സംസാരിക്കണം. ഇവൾക്ക് ആ കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നും അപ്പച്ചിയെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അഗസ്ത്യ രേണുവിന് നേരെ കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞു. എന്താ മോളെ ഇതൊക്കെ? ഏതായി കുട്ടി? സുജാത വേദനയോടെ ദിശയ്ക്ക് നേരെ തിരിഞ്ഞു. അമ്മയ്ക്ക് എന്താ അറിയണ്ടേ? എന്നോട് ചോദിച്ചോളമ്മ. ഇക്കാര്യത്തിൽ ആരും അവളെ കുറ്റപ്പെടുത്തേണ്ട. എല്ലാം എൻ്റെ തീരുമാനമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കില്ല. അതിനെനിക്ക് കഴിയുമില്ല. അഗസ്ത്യയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അത് ശരി, അപ്പോൾ തീരുമാനം ഉറച്ചതാണല്ലേ? അല്ല, അതിന് മാത്രം ഈ കുഞ്ഞ് നിൻ്റെ ആരാ? അതിന് ഞങ്ങൾക്ക് മറുപടി കിട്ടിയേ തീരൂ. ഇനിയിപ്പോൾ നിൻ്റെ കുഞ്ഞ് തന്നെയാണോ ഇത്? എനിക്ക് സംശയമുണ്ട്. ഭർത്താവിൻ്റെ അവിഹിത സന്തതിയെ വളർത്താൻ കൂട്ടു നിൽക്കുന്ന ഭാര്യ. നീയും ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അശോക് ഇരുവരെയും പരിഹാസത്തോടെ നോക്കി. അവിഹിതം, ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അച്ഛനൊന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാ. അഗസ്ത്യ അശോകിനെ നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. നീ എന്താ എന്നെ പഠിപ്പിക്കുകയാണോ? അയ്യോ, അച്ഛനെ പഠിപ്പിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. ഇവളെ എൻ്റെ കുഞ്ഞാന്യ. ഇന്ദ്രപ്രസ്ഥത്തിലെ രക്തം തന്നെയാണ് ഇവളുടെ ദേഹത്ത് ഓടുന്നതും. അക്കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് തരാം. ഇനി ഇവൾ വലിഞ്ഞു കയറി വന്നതാണെന്ന തോന്നൽ ആർക്കും വേണ്ട. ഈ കുഞ്ഞിനെ ആരും ആ കണ്ണിൽ കൂടി കാണുകയും വേണ്ട. എല്ലാവർക്കും അറിയേണ്ടതൊക്കെ അറിഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല.
ഇനി ഈ കുഞ്ഞിനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്നവർക്ക് ഇവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് പോവാം. അഗസ്ത്യ പറഞ്ഞത് ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടു നിന്നത്. അഗസ്ത്യ പറഞ്ഞത് അശോകിന് തീരെ ഇഷ്ടമായില്ല. അയാൾ അഗസ്ത്യയെ ദഹിപ്പിച്ചു നോക്കി, കുഞ്ഞിനെ വെറുപ്പോടെ നോക്കി. അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. സച്ചു, ഞങ്ങൾക്ക് വേണ്ടതേ നിൻ്റെയും ദിഷമോളുടെയും കുഞ്ഞാണ്, അല്ലാതെ ഈ കുഞ്ഞല്ല. ഈ കുഞ്ഞുമായി നീ അങ്ങോട്ട് വരികയും വേണ്ട. അതും പറഞ്ഞ അച്ചമ്മയും അശോകിന് പിന്നാലെ പുറത്തിറങ്ങി നടന്നപ്പോൾ അപ്പച്ചി കിട്ടിയ അവസരം മുതലാക്കി ദിശയെ പൂച്ഛിച്ചു. രുക്മണിക്ക് പിന്നാലെ നടന്നു. ഏട്ടത്തി വരുന്നില്ലേ? അച്ഛനെ ധിക്കരിക്കുന്ന മകൻ്റെ കൂടെ നിൽക്കണമെങ്കിലേ പിന്നെ ഏട്ടനെ അങ്ങ് മറന്നേക്ക്. സുജാതയെ നോക്കി രേണു അത്രയും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. അമ്മ ചെല്ല്, ഇനിയിപ്പോൾ അമ്മ ആയിട്ട് അച്ഛൻ്റെ BP കൂട്ടണ്ട. അഗസ്ത്യ അമ്മയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. മോനെ കുഞ്ഞ്, ഇത് നിൻ്റെ. സുജാതയ്ക്ക് എങ്ങനെ ചോദിക്കണം എന്നറിഞ്ഞില്ല. അവരുടെ കണ്ണ് നിറഞ്ഞു. അഗസ്ത്യ അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിയെടുത്തു. എൻ്റെ അമ്മ കരുതും പോലെ ഈ കുഞ്ഞ് എൻ്റെ അവിഹിത സന്തതിയൊന്നുമല്ല. എൻ്റെ അവിഹിത സന്തതിയെ നെഞ്ചോട് ചേർക്കാനുള്ള വിശാല മനസ്കതയൊന്നും ദേ ആ നിൽക്കുന്ന സാധനത്തിനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അഗസ്ത്യ ദിശയെ കാട്ടിക്കൊണ്ട് പറഞ്ഞു. മോനെ, അപ്പോൾ ഈ കുഞ്ഞ്? അമ്മ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കുഞ്ഞാ. ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയൊക്കെയും മരിച്ചുപോയി. ആരൊക്കെ ഉണ്ടായിട്ടും ആരുമില്ലാതെ വളരേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ എനിക്കെന്തോ തനിച്ചാക്കാൻ തോന്നിയില്ല അമ്മ. ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ എനിക്കും ഇവക്കും പറ്റും. പിന്നെ എന്താ നിങ്ങൾക്ക് കുഴപ്പം? ഇനിയിപ്പോൾ എനിക്കോ ഇവൾക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊരു ടെൻഷൻ കൂടി അമ്മയുടെ ഉള്ളിൽ ബാക്കിയുണ്ടെന്ന് കൂടി അറിയാം. അങ്ങനെയൊന്നുമില്ല അമ്മ. ഇവളുടെ പഠിപ്പ് കഴിയാതെ കുഞ്ഞുങ്ങൾ വേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതുവരേക്കും അമ്മയ്ക്ക് സ്നേഹിക്കാൻ മൂത്ത മോൻ്റെ കുട്ടി ഉണ്ടാവുമല്ലോ. അതിനിടയിൽ ഈ കുഞ്ഞിന് കൂടി ഒരിത്തിരി സ്നേഹം അമ്മ കൊടുക്കണം. എൻ്റെ അമ്മയ്ക്ക് അത് പറ്റുമെന്ന് എനിക്കറിയാം. അമ്മയുടെ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അഗസ്ത്യ പറഞ്ഞതും തൻ്റെ മകൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെയും കണ്ട് സുജാതയുടെ കണ്ണ് നിറഞ്ഞു. അവർ തൻ്റെ മകനെ കണ്ണ് നിറയെ നോക്കി നിന്നു. പിന്നീട് നിധിയെ വാരിയെടുത്ത് ഇരു കവിളിലും ചുണ്ട് ചേർത്ത് അവരവിടെ നിന്ന് പോയി. എന്തേ നിങ്ങൾ പോണില്ലേ? അഗസ്ത്യ അഖിലിന് നേരെ തിരിഞ്ഞു. എങ്ങോട്ട് പോവാൻ? അനിയത്തിയെ കാണണമെന്ന് പറഞ്ഞവളെ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പിന്നെ നിങ്ങളങ്ങോട്ട് വരാറില്ലല്ലോ. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ എവിടെയാ? അഖിലാണ് പറഞ്ഞത്. അല്ല, എൻ്റെ അവിഹിത സന്തതിയെ കണ്ടിട്ട് എന്തു തോന്നുന്നു? അഗസ്ത്യ ചോദിച്ചു. ഇങ്ങോട്ട് വരും വരെ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. പക്ഷെ കൊച്ചിനെ കണ്ടപ്പോൾ ചെറിയൊരു സംശയം. എടാ, എവിടെയൊക്കെയോ നിന്റെ ചെറിയ ചായ കാച്ചലുണ്ട് കേട്ടാ. അതും പറഞ്ഞ് അഖിലഗസ്ത്യ വല്ലാത്ത ഭാവത്തിൽ നോക്കി. എന്നാൽ നീ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ, എവിടെയൊക്കെയോ നിന്റെ ചായ ഉണ്ടാവും. എൻ്റെ ചായയോ? അതെങ്ങനെ ശരിയാവും? അമ്മച്ചിയാണ് ഇക്കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല. അഖിൽ പറയുന്നത് കേട്ടതും ദിശ ഉറക്കെ ചിരിച്ചു. ദിശ, ശരിക്കും ഇവനെന്താ പറ്റിയേ? ശരിക്കും ഈ കൊച്ചേതാ? അഖിൽ ദിശയ്ക്ക് നേരെ തിരിഞ്ഞു. ഞങ്ങളുടെ കൊച്ചാകിയേട്ടാ, എൻ്റെയും സച്ചുവേട്ടൻ്റെയും. ഞാൻ നോക്കിക്കേ, ഇവൾക്ക് സച്ചുവേട്ടൻ്റെ മാത്രമല്ല എൻ്റെ ചായ കൂടിയില്ലേ. എൻ്റെ ദൈവമേ, ഇതിപ്പോൾ രണ്ടും കൂടി എന്നെ വട്ടുപിടിപ്പിക്കുമല്ലോ. അഖിൽ പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. അഖി, നീങ്ങ് വന്നേ. 4-5 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. ദിശയും മോളെയും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. ഞാൻ വരുന്നത് വരെ നീ ഇവിടെ ഉണ്ടാവണം. ആദ്യം എന്നെയും ആര്യനെയും നീ ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. പോകുന്ന വഴിയിൽ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അഗസ്ത്യ അഖിലുമായി പുറത്തേക്ക് നടന്നു.